ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ പാലക്കാടൻ ഫാമിലി ദക്ഷ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും ഈ ഒരു ഐഡിയയെ കുറിച്ച്. കാരണം ഇതിൽ നമ്മുടെ ഒരു ഷീ ടോക്സ് എന്ന് പറഞ്ഞ ചാനൽ ഞാനൊരു വീഡിയോ കാണാനിടയായി. ഞാനത് നോക്കിയ സമയത്ത് പുള്ളിക്കാരിയുടെ മകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മകന് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടിയുടെ സർജറിയുടെ ബേസ് ചെയ്തിട്ടാണ്, ഹാർട്ട് സർജറിയുടെ ബേസ് ചെയ്തിട്ടുള്ള എന്തോ ഒരു അപേക്ഷയാണ്. അതായത് പൈസ തന്ന് സഹായിക്കണം, ഞാൻ ഉണ്ണിയപ്പം വിൽക്കുന്ന ഒരു സ്ത്രീയാണ്, എനിക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല, അപ്പം സർജറിക്ക് പൈസ വേണം എന്നായിരുന്നു ആദ്യത്തെ പോസ്റ്റ് എന്നുള്ളതാണ്. അത് പിന്നീട് മാറി സർജറി ഫ്രീ ആണ്, പക്ഷേ സർജറിക്ക് വേണ്ട ചിലവുകളും കാര്യങ്ങളും ഒരുപാടുണ്ടല്ലോ, അപ്പം അതിന് വേണ്ട പൈസ വേണം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്ത് ഞാൻ സ്ക്രീൻഷോട്ട് വിടാം കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതൊക്കെ ജെനുവൻ ആണോ എന്നുള്ളതാണ്. കാരണം ഒരിക്കലും സംശയിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണെങ്കിൽ പോലും അങ്ങനെ ഒരാൾ ചെയ്ത് കണ്ടപ്പം എനിക്കും ഒരു സംശയം കയറി. കണ്ട സമയത്ത് ഏകദേശം 102 സബ്സ്ക്രൈബേഴ്സോളം ഈ ഒരു വ്യക്തിയുടെ ചാനലുണ്ട്. ഏകദേശം ഓരോ വീഡിയോസും മെയിനായിട്ട് പുള്ളിക്കാരി എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഖുറാൻ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഖുറാൻ ഓതുന്ന കാര്യങ്ങൾ, അതേപോലെ മുസ്ലിം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു പ്രകടനം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരുപാട് പേര് എന്താ പറയുക, മതത്തെ വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് മതത്തിന്റെ ഒരു എന്താ പറയുക ഫീലിങ്സ് ഉണ്ടല്ലോ, ആ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ബാക്കി എല്ലാവരും പൈസ ഉണ്ടാക്കുന്നത്. ഒരാൾ കൃഷ്ണന്റെ ഫോട്ടോ വരച്ചുകൊണ്ടാണ് ഒരു മറു സൈഡിൽ നടക്കുന്നത്, ഈ ഒരു സൈഡിൽ ഖുറാനും കാര്യങ്ങളും വായിച്ചുകൊണ്ടാണ് ഈ ഒരു സൈഡിൽ നടക്കുന്നത്. ഇതൊന്നും തെറ്റല്ല കേട്ടോ, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇതൊന്നും തെറ്റായിട്ട് ഞാൻ പറയല്ല. എങ്കിൽ പോലും എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 102 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ഒരു ചാനലിൽ ഏകദേശം ഓരോ വ്യൂസും ഏകദേശം 100K മേലിലാണ്. 100K മേലിൽ യൂട്യൂബ് വരുമാനം കിട്ടുന്ന ഈ ഒരു ചാനലിന്, അതായത് മീൻസ് വ്യൂസ് കിട്ടുന്ന ഈ ഒരു ചാനലിന് വരുമാനം ഏകദേശം എത്ര തന്നെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പം ഇവർ ഈ യൂട്യൂബ് റവന്യൂ കൊണ്ട് ഇവരെന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? അത്യാവശ്യം അതേപോലെ ഞാൻ ആ ചാനൽ നോക്കിയ സമയത്ത് കയ്യിലും കാലിലൊക്കെ അത്യാവശ്യം ഗോൾഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. റോൾഡ് ഗോൾഡ് ആണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഗോൾഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആളുടെ ഹസ്ബൻഡ് ഇലക്ട്രീഷ്യൻ എങ്ങനെയാണ്. സോ പൈസ ഇല്ലാത്ത ഒരു ഫാമിലി ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാണുന്ന സമയത്ത്. പിന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ആദ്യം അവർ പോസ്റ്റ് ഇട്ട സമയത്ത് അവർ പറഞ്ഞത് സർജറിക്ക് പൈസ വേണം എന്നായിരുന്നു, ഹെൽപ്പ് ചെയ്യണം എന്നായിരുന്നു ആദ്യം. അതിന്റെ അടിയിൽ ഒരുപാട് പേര് സർജറിനെ ബേസ് ചെയ്തിട്ട് കമന്റ് ചെയ്തിട്ട് എന്താണ് സർജറിനെ കുറിച്ച് പറയൂ, നിങ്ങൾ സർജറിന്റെ ഡീറ്റെയിൽസ് പറയൂ എന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തു. ഇതിനൊന്നും അവർ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഈ ചോദ്യങ്ങൾ കൂടുന്തോറും അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കമന്റ് ബോക്സ് ഹൈഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ചോദ്യങ്ങൾ ഹൈഡ് ചെയ്തു എന്നുള്ളതാണ്. അത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു സംശയം. ഇതൊരു ജെന്യൂൻ കേസാണെങ്കിൽ, സഹായം നിങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിങ്ങൾ ഇത് എന്താ പറയുക ഹൈഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സംശയം എന്താ പറയാ, നമുക്ക് മനുഷ്യർക്ക് സംശയം തോന്നാൻ അധികം നേരമൊന്നും വേണ്ട അല്ലെ. ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സംശയം ഉള്ളിൽ ഉദിക്കും. ഇതെന്താ ഇങ്ങനെ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ആ ചിന്തിക്കുന്നിടത്താണ് കാരണം ശരിക്കും പലരുടെയും കള്ളങ്ങൾ പൊളിയാന്നുള്ളതാണ്. അതുപോലെയാണ് എനിക്കും ഇത് ഫീൽ ചെയ്തത്. കാരണം കേട്ട സമയത്ത് ഞാനും വിചാരിച്ചേ അങ്ങനെ ഒരു കുട്ടിയെ വെച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്, മക്കളുടെ പേരും പറഞ്ഞിട്ട്. പക്ഷെ ഒരു സർജറിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ സർജറി ജെന്യൂൻ ആയിരിക്കാം മേ ബി, പക്ഷെ പൈസ ഇല്ല എന്ന് പറയുന്നത് ജെന്യൂനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും വ്യൂസും കിട്ടുന്ന ഈ ഒരു ചാനലിന് പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണ്ണിയപ്പം മാത്രമാണ് ഇവരുടെ വരുമാന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം നല്ല രീതിയിൽ തന്നെ മുസ്ലിം ജനതയെ കയ്യിലെടുത്തുകൊണ്ടാണ് പുള്ളിക്കാരുടെ പെർഫോമൻസ് മുഴുവൻ. അപ്പം ഈ രീതിയിൽ പെർഫോമൻസ് കാണിക്കുന്ന ഒരാൾക്ക് എന്തായാലും അത്രയും സപ്പോർട്ട്, അതായത് ഈ ഖുറാൻ വായിക്കുന്നതും കാര്യങ്ങളും ബേസ് ചെയ്തിട്ട് ഒരുപാട് സപ്പോർട്ട് ബാക്കിലുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ടൊക്കെ വെച്ചിട്ട് ഇദ്ദേഹത്തിന് എന്താ പറയുക കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം യൂട്യൂബ് റവന്യൂ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ടും എന്തിനാണ് പിന്നെയും ഈ ഒരു രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു അപ്രോച്ച് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഹാർട്ട് സർജറി ആണെന്നൊന്നും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നീടാണ് ഹാർട്ട് സർജറിയാണ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, സഹായിക്കുന്നവർക്ക് സഹായിക്കാം. സഹായങ്ങൾ എപ്പോഴും നല്ലതാണ്. നല്ല കാര്യമാണെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ നമ്മൾ, കാരണം ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ അല്ല. സ്വന്തം മക്കൾക്ക് ഒരു ഓപ്പറേഷൻ വരാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ഒരു അമ്മ എന്ന് പറയുമ്പോൾ നന്നായിട്ട് വേദനിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും. നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവാം, ഒരുപാട് ചിലവുകൾ ഉണ്ടാവാം, നല്ലതാണ്. പക്ഷെ ഞാൻ പറയുന്നു ജെന്യൂൻ ആണെങ്കിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കൊരു സംശയം ഫീൽ ചെയ്തു, ഇങ്ങനെ ശരിയാണോ, ഇതൊരു കറക്റ്റ് വേയിലാണോ ഈ ഒരു വ്യക്തി ചെയ്യുന്നതെന്നുള്ള എനിക്കൊരു തോന്നൽ വന്നു. അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല.
സഹായിക്കാൻ മനസ്സിലുള്ളവർക്ക് എന്തായാലും സഹായിക്കാം. കാരണം ആ കുട്ടിക്കൊന്നും വരാതിരിക്കട്ടെ. സർജറി ലേറ്റ് ആകരുത്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം സർജറി ഫ്രീ ആണെങ്കിൽ സർജറിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർജറി വീണ്ടും വീണ്ടും ലേറ്റ് ആവാണ്. അവർ പറഞ്ഞിട്ടുണ്ട് സർജറി ഫ്രീ ആണ്, അതിനുള്ള ചെലവുകൾക്ക് വേണ്ടിയുള്ള പൈസയാണ് ഇല്ലാത്തത്, അതുകൊണ്ടാണ് സർജറി നീട്ടി വെക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം കുട്ടിയുടെ ചുണ്ട് നീല കളറായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും രീതിയിൽ റിസ്ക് ആയിട്ടുള്ള ഒരു സർജറി ആണെങ്കിൽ അത് വേഗം ചെയ്തു തീർക്കുക എന്നുള്ളതല്ലേ. ഹാർട്ട് സർജറി ഒക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെക്കരുത്. കാരണം യൂട്യൂബിലൂടെ കിട്ടുന്ന റവന്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിന് യൂസ് ചെയ്യൂ. അതേപോലെ അവിടുന്ന് ഇവിടുന്ന് അത്യാവശ്യം എന്തെങ്കിലും രീതിയിൽ റോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ റോൾ ചെയ്യൂ. അല്ലാതെ നിങ്ങൾ ഈ യൂട്യൂബ് കാണുന്ന വ്യൂവേഴ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു അനുമാനത. അത്രേ ഉള്ളൂ.